യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു ഡയമെൻഷനാണ് ഈ പ്രഭാതത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. സമയം നമുക്ക് കുറവായതുകൊണ്ട് 1-2 പോയിന്റ്സ് അതിൽ നിന്ന് സംസാരിച്ച് അവസാനിപ്പിക്കാം എന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു. ഒന്ന് വായിക്കാവോ? യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. അപ്പോൾ ഇത് ഒരു ഗൗരവമേറിയ ഒരു സന്ദേശമാണ്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുക, അങ്ങനെയുള്ള എല്ലാവരും ദൈവത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. അടുത്ത് പറയുകയാണ്, അങ്ങനെ ജനിച്ചവൻ സ്വാഭാവികമായും അമ്മ അതിരി ജനിച്ചവരെയും സ്നേഹിക്കുന്നു. അത്തരത്തിൽ സ്നേഹിച്ചാലേ കർത്താവിന് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോയാൽ കർത്താവ് റിസ്ക് എടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മളെ എവിടെ കൊണ്ടിരുത്തും? കാണാതെ ദൂരെ ഇരുത്തണം അല്ലേ? ചിലർ പറയാറുണ്ട് അതുകൊണ്ടാണ് അനേകം വാസസ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കാം അല്ലേ? ഇപ്പണക്കുള്ള ആൾക്കാരെ അടുപ്പിച്ചടുപ്പിച്ചിരുത്താതെ ദൂരെ കൊണ്ടിരുത്താനായിരിക്കാം അനേകം വാസസ്ഥലങ്ങൾ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് ഐക്യത ഉണ്ടാകേണ്ടതിനാണ് ഇവിടെ വെച്ച് ഈ ഐക്യത ഒരുമിപ്പിച്ചെടുക്കുന്നത്. അതിനാണ് നമ്മളെ പോളിഷ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത്. ക്രിസ്തുവിനെ അല്ലെങ്കിൽ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൽ നിന്നും പലരും പുറകോട്ട് പോകാറുണ്ട്. ഇതിൽ നിന്ന് ആൾക്കാരെ എന്ത് സംഭവിക്കാറുണ്ട്? ആൾക്കാർ വീണു പോകാറുണ്ട്. ക്രിസ്തുവിൽ ജനിച്ചു എന്ന് പറയുകയും ദൈവമക്കൾ എന്ന പൊസിഷൻ സൂക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുകയും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാതെ വരികയും അങ്ങനെ അവർക്ക് ഏറ്റവും ഒടുവിൽ ദൈവമക്കൾ എന്ന പൊസിഷൻ തന്നെ നഷ്ടപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെടുന്നത് എന്നതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്. എന്തുകൊണ്ടായിരിക്കും ദൈവമക്കൾ എന്ന പൊസിഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? അതിലൊരു 6-7 പോയിന്റ്സ് ഉണ്ട്. ഞാൻ കഴിയുന്നിടത്തോളം പറയാം, സമയം കൂടുതൽ എടുക്കില്ല, നേരത്തെ നമുക്ക് പിരിയേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ വിഷയം ബിക്കോസ് ഓഫ് ദെയർ ഇൻഡിഫറൻസ്, അവരുടെ നിസ്സംഗതയാണ്. കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ഇൻഡിഫറൻസ്, അതിൽ വലിയ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. ആത്മീകൻ എങ്ങനെ ജീവിക്കണം എന്ന് അറിയാൻ മേലാത്താരും ഇതിനകത്തിരിപ്പില്ല, പക്ഷേ ജീവിക്കാനൊട്ട് താല്പര്യമില്ല. യോഹന്നാൻ്റെ സുവിശേഷമാണെന്ന് തോന്നുന്നു 5-ാം അധ്യായം 40-ാം വാക്യം എന്ന് വായിച്ചോക്കോ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 40-ാം വാക്യം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. എത്ര മനോഹരം നോക്കിയാൽ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. നമ്മൾ അത്രയൊന്നും ശോധന ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ പല വീടുകളിലും ചെയ്യുമ്പോൾ ആൾക്കാർ പറയാം ഞങ്ങളൊക്കെ വായിച്ചു തുടങ്ങി, അതിൽ വലിയ സന്തോഷമുണ്ട് അല്ലേ? പലരും പറയാം ബൈബിൾ വായിച്ചു തുടങ്ങി അല്ലേ? വളരെ ഫാസ്റ്റായിട്ട് ആൾക്കാർ വായിക്കുകയാണ്, അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു പ്രാവശ്യം എന്തായാലും വായിച്ചിട്ടേ ഇതുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞു, അതിലും സന്തോഷമുണ്ട്. ഈ വർഷം 4 പ്രാവശ്യം വായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വായിക്കൂ അല്ലേ? ചില പറഞ്ഞ് 2 തീരുള്ളൂ എന്ന് തോന്നുന്നു. ഏതായാലും വായിക്കണം, നിർബന്ധപൂർവ്വം നമ്മൾ വായിക്കണം. ചിലർ വായിച്ചാൽ മനസ്സിലാകുന്നില്ല, മനസ്സിലാകാത്തതുകൊണ്ടാണ് വായിക്കാൻ പറയുന്നത്. ചുമ്മാ വായിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് 5 വർഷം കഴിയുമ്പോൾ മനസ്സിലായി. ഇപ്പം നിങ്ങൾ വായിക്കുക, വചനം ശരിക്കും നിങ്ങൾ വായിക്കുക, ശരിക്കും ഗ്രഹിക്കുക, കഴിയുന്നിടത്തോളം ഗ്രഹിക്കുക. ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങ് വിട്ടേക്കുക, അത് ശരിയായിക്കോളും പിന്നീട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ വെളിപ്പെടുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു 5 കൊല്ലം ബൈബിൾ കോളേജിൽ പഠിച്ച ആളാണ്, പിന്നെ ഒരു 10 കൊല്ലം ബൈബിൾ കോളേജ് പ്രിൻസിപ്പളായിട്ടിരുന്ന ആളാണ്, പിന്നെ ഒരു 25 കൊല്ലം പ്രസംഗകനായിരുന്ന ആളാണ്. എന്നിട്ട് ഞാനിപ്പോൾ കാണുന്നത് പുതിയ സാധനമാണ്. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണുന്ന സാധനം നാളെ കാണണമെന്ന് വെച്ചാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, സമയമെടുക്കും. വായിക്കൂ, തിരിച്ചും മറിച്ചും വായിക്കൂ, തെക്കും വടക്കും വായിക്കൂ. ഇങ്ങനെ വായിച്ചോണ്ടേ ഇരിക്കുക, അത് വെളിപ്പെട്ട് വരും. ഇതിൽ നിസ്സംഗരായിരിക്കരുത്, അതാണ് ഏറ്റവും വലിയ അപകടം. അതാ ഇവിടെ പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. വായിക്കേ, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതിൻ്റെ അകത്ത് നിത്യജീവനുണ്ട്. നിങ്ങൾ ഇത് നിരൂപിക്കുന്നു.
നിങ്ങൾ ഇത് കൃത്യമായി ശോധന ചെയ്യുന്നു. അടുത്ത് എങ്കിലും ജീവൻ പ്രാപിക്കും. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇതാണ് പ്രശ്നം. ഈ മനസ്സില്ലാഴിക എന്താ? മനസ്സില്ലാഴികയാണ് നമ്മളെ നേരത്തെ പ്രസംഗിച്ച പ്രസംഗത്തിൽ കിടക്കുന്ന 10 കാര്യം. സ്വതന്ത്രം മനസ്സില്ലാഴികയാണ്. ഒന്ന്, നമ്മൾ മുഷിഞ്ഞിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരെ കണ്ടിട്ട് മാത്രമല്ല നമ്മൾ മുഷിഞ്ഞത്, ഒരുപാട് ഉപവാസം എടുത്തത് കാര്യം നടക്കുന്നില്ല, അങ്ങനെ നമ്മൾ മുഷിഞ്ഞു. ഒരുപാട് ഉപദേശിമാരെ കണ്ടു, കാര്യം നടക്കുന്നില്ല, നമ്മൾ മുഷിഞ്ഞു. വചനം ഒരുപാട് വായിച്ചു, പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല, മുഷിഞ്ഞിരിക്കുന്നു. ഒരുപാട് സഭകളിൽ പോയി മടുത്തു, ഇനി എങ്ങും പോകുന്നില്ലെന്ന് വെച്ചു, ആകെ മുഷിപ്പായി. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നടക്കുമെങ്കിൽ നമുക്ക് മുഷിച്ചു വരില്ല. ഇത് കൊള്ളാം, അത് നമുക്കെല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് നടക്കണം അല്ലേ? അങ്ങനെയാണ് ഫാസ്റ്റ് ഫുഡൊക്കെ വന്നത്. ഫാസ്റ്റ് ഫുഡൊക്കെ ആദ്യം നിന്നുകൊണ്ട് കഴിക്കുന്ന സെറ്റപ്പൊക്കെ ആയിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഇരുന്നുകൊണ്ട് കഴിക്കുന്ന സെറ്റപ്പൊക്കെ തന്നെയാണ്, അതും ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ തന്നെയാണ് അറിയപ്പെടുന്നത്. റോഡിൽ തട്ടുകടകളിൽ ചെന്നങ്ങോട്ടിരിക്കുക, അപ്പോഴേ ഫുഡ് റെഡിയാണ് അല്ലേ? കഴിക്കുക, ഏത് സാധനമാണ് നമ്മൾ പറഞ്ഞത് ആ സാധനം അപ്പോൾ കിട്ടും. അപ്പോൾ അതാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം. സൗഖ്യം അങ്ങനെ തന്നെ, നമുക്ക് പെട്ടെന്ന് കിട്ടണം. പെട്ടെന്ന് കിട്ടിയ വലിയ സന്തോഷമാണ്. ഒരു ഗുളികയും കഴിക്കേണ്ട, നയാ പൈസ ചിലവും ഇല്ല. അങ്ങനെ കർത്താവ് സുഖം തരുമെങ്കിൽ ഇഷ്ടപ്പെട്ടു. ചിലങ്ങനെ ഈ ഓരോ ആൾക്കാരെ പുറകെ നടക്കുന്ന അങ്ങനെ. ആ പാസ്റ്റർ അടുത്ത് പോയപ്പോഴേ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു. കറക്റ്റായിട്ട് പറഞ്ഞത് കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിന് നിങ്ങൾക്ക് ഈ എവിടെ പോവുക, കന്യാകുമാരി പോവുക. അവിടെ ഒരുപാട് പാസ്റ്റർമാർ നിരന്നിരിപ്പുണ്ട്. 10 രൂപ 15 രൂപ കൊടുത്താൽ എല്ലാ കാര്യവും നല്ലതായിട്ട് പറയും, അച്ചട്ടായിട്ട് പറയും. ഇത് കേട്ടാൽ മതിയെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ കിടന്ന് റിസ്ക് എടുക്കുന്നത്? ഒറ്റ ട്രിപ്പൊക്കെ കന്യാകുമാരി പോവുക അല്ലേ? അവിടെ പോയി പാസ്റ്റർമാർ ഞാൻ പറഞ്ഞത് അവിടെ ഇരിക്കുന്ന യുവമാരാണ്, കൈനോട്ടക്കാരാണ്. അവന്മാരവിടെ നിരന്നിരിപ്പുണ്ട്, നിങ്ങളോട് കൈ വെച്ച് കൊടുക്കുക. സ്വത്രം പറയണ്ട, ഒന്ന് സൂത്രത്തിൽ അവിടെ ഇരുന്ന് കൊടുത്താൽ മതി. ഒരുപാട് കാശ് ചിലവില്ലെന്നാണ് എനിക്കറിയത്തില്ല എത്ര രൂപയാണെന്ന്. 50 രൂപ കൊടുക്കേണ്ടി വരുമായിരിക്കും അല്ലേ? നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അടുക്കൽ വരുവാൻ മനസ്സില്ല. അതാണ് ഏറ്റവും വലിയ അപകടം. അടുക്കൽ വരുവാൻ മനസ്സില്ല. അപ്പോൾ കാര്യം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമുക്കൊക്കെ കാര്യം അറിയാം, പ്രസംഗിയാരായ എനിക്കും കാര്യം അറിയാം. പക്ഷെ പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്, കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുക എളുപ്പമല്ല. പ്രസംഗിക്കാൻ എളുപ്പമാണ്, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല അല്ലേ? ശരിക്കും ഇരുന്ന് പഠിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ഗ്രീക്ക്, ഹീബ്രു, പിന്നെ ഓരോ നമ്മുടെ പുസ്തകങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത് അല്ലേ? ബൈബിൾ ഡിക്ഷണറിയൊക്കെ നോക്കേണ്ടതിന് ഒരു രീതിയുണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇതെല്ലാം പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് നിങ്ങൾ ഏത് വാക്യം എടുത്തിട്ട് നേരെ എപ്പോൾ പ്രസംഗിച്ച് നേട്ടാൽ മതി, അതിൽ കഥയൊന്നുമില്ല. നിങ്ങൾക്ക് ശോധനയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. ഈ മനസ്സാണ് പ്രധാനം. ഈ മനസ്സ് നമ്മൾ വയ്ക്കാതെ നമ്മൾ രക്ഷപ്പെടില്ല. അപ്പോൾ എന്തുകൊണ്ട് പലരും ജീവിതത്തിൽ പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട റീസൺ അവർക്ക് മനസ്സില്ല എന്നുള്ളതാണ്. മനസ്സില്ലാത്തവരെ രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റില്ല, ലോകത്തിൽ ആർക്കും പറ്റില്ല. സാക്ഷാൽ ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് പോലും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്ന്, ബിക്കോസ് ഓഫ് ദ റിജക്ഷൻ ഓഫ് ബിബ്ലിക്കൽ റെവലേഷൻ എന്ന് പറഞ്ഞാൽ തിരുവചനത്തിലെ വെളിപ്പാടുകളോടുള്ള അവരുടെ തിരസ്കാരം. ബിക്കോസ് ഓഫ് ദ റിജക്ഷൻ ഓഫ് ബിബ്ലിക്കൽ റെവലേഷൻ, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള വെളിപ്പെടുത്തലുകളുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങളൊന്ന് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് ദൈവം അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവം എങ്ങനെ വെളിവാക്കി? ദൈവം പ്രകൃതിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് അവിടെ സംസാരിക്കുന്നത്. പ്രകൃതിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ, വായിക്കേ, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള ലക്ഷണങ്ങൾ ദൃശ്യമായതല്ല, അദൃശ്യമായതാണ്. ആ അദൃശ്യമായ ലക്ഷണങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. മനസ്സിലായോ? അദൃശ്യമായ ലക്ഷണങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ആ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ലക്ഷണങ്ങൾ എന്തിനാണ് വെളിപ്പെടുത്തി തരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ അത് വിശ്വസിച്ച് അതിന് പ്രകാരം ജീവിക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നൊരു കെണിയാണ് ഈ വാക്യത്തിൽ പറയുന്നത്. അവർക്ക് ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. എങ്ങനെ? ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു ദിവസം ന്യായാസനത്തിൽ ചെന്ന് നിൽക്കേണ്ടി വരും. അന്ന്
ആർക്കും പ്രതിവാദം പറയാനൊക്കില്ല. അയ്യോ ഇത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റത്തില്ലാതെ വരേണ്ടതിന് എന്ന് പറഞ്ഞാൽ ന്യായവിധിക്ക് ചെന്ന് നിന്ന് എന്തെങ്കിലും പറഞ്ഞ് തലയൂരാനുള്ള ഒരവസരം തരാതിരിക്കേണ്ടതിന് എല്ലാവർക്കും കർത്താവ് ബുദ്ധി തന്നിട്ടുണ്ട്, ഇല്ലേ? ഇവിടെ ബുദ്ധിയില്ലാത്ത ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടോ? ഇല്ല. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവൻ സൂത്രപ്പണികൾ അന്വേഷിക്കുന്നു, അത് വേറെ. അത് നമ്മളായിട്ട് ഇതിനെ വളച്ചെടുത്തതാണ് ഈ ബുദ്ധിയെ, അല്ലേ? ഇപ്പം നമ്മളിങ്ങനെ മലപ്പുറം കത്തി പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്, യെസ് കത്തി പോലെ, അല്ലേ? നമ്മുടെ സ്വഭാവമൊക്കെ ഇങ്ങനെ യെസ് കത്തി പോലെ ഇരിക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. വചനം പറഞ്ഞത് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നേരുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനുള്ള ക്വാളിറ്റി നമുക്ക് തന്നാണ് സൃഷ്ടിച്ചത്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെക്കാൾ ക്വാളിറ്റിയിലാണ് വളർത്തുന്നത്. നമ്മൾ പഠിച്ചതുപോലത്തെ സ്കൂളിലല്ല നമ്മുടെ പിള്ളേരെ വിടുന്നത്, കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലാണ് വിടുന്നത്. നമ്മൾ ഉപയോഗിച്ച വസ്ത്രങ്ങളല്ല അവർക്ക് കൊടുക്കുന്നത്, കുറച്ചുകൂടി ക്വാളിറ്റി കൂടി. നമ്മുടെ പിള്ളേർക്കെല്ലാം നമ്മൾ കൊടുക്കുന്നത് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയതാണ്. ദൈവം നമുക്ക് സൂപ്പർ ക്വാളിറ്റിയാണ് എല്ലാം തന്നിരിക്കുന്നത്. അത് ഓരോന്നിരുന്ന് പഠിച്ചാൽ മനസ്സിലാവും. നമ്മുടെ കൺപീലി മുതൽ ഓരോന്നിരുന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. എല്ലാം ദൈവം തന്നിരിക്കുന്നത് സൂപ്പർ ക്വാളിറ്റിയാണ്. ചിന്തിക്കാൻ തന്നിരിക്കുന്ന കഴിവെന്ന് പറഞ്ഞാൽ വല്ലാത്ത കഴിവാണ്, നല്ല കഴിവാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. കാര്യങ്ങൾ ചിന്തിച്ച് തലയ്ക്കകത്തൊരു വലിയ ചേമ്പറൊക്കെ ഉണ്ട്, അവിടെ നിന്ന് പെട്ടെന്ന് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് തീരുമാനം എടുത്ത് അപ്പം ഇംപ്ലിമെൻ്റ് ചെയ്യാണ്. എത്ര ഫാസ്റ്റാണ് കാര്യം നടക്കുന്നത് നോക്കിയേ, അല്ലേ? ഇവിടെ i7-നും i10-നും ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ ബ്രെയിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് നടക്കുകയാണ്. സ്വതന്ത്രം എത്ര മനോഹരമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുക. എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ക്ലിയറാക്കി നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്. ഇനി എന്താ നമ്മുടെ ഇവിടുത്തെ വിഷയമെന്ന് ചോദിച്ചാൽ, ദൈവം പ്രകൃതിയിലൂടെ വെളിപ്പെടുന്നു. അവിടെ കൂടെ ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണത്തെ നമ്മൾ ഗ്രഹിച്ചു മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് നമ്മൾ നേരെ ലൈനിൽ നടക്കണം. പക്ഷെ ദൗർഭാഗ്യവശാൽ വീണു പോകുന്നവൻ അങ്ങനെ നടക്കാൻ തയ്യാറല്ല, അല്ലേ? സങ്കീർത്തനം 19:1 പറയുന്നത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. കണ്ടോ? അപ്പോൾ ആകാശം കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ദൈവത്തിൻ്റെ കൈവേല മനസ്സിലാവും. പക്ഷെ ശാസ്ത്രജ്ഞന്മാർ ആകാശം കണ്ടിട്ട് അവനൊരു സൃഷ്ടാവിലേക്ക് പോകാൻ പറ്റുന്നില്ല. ബുദ്ധി കുറവാണോ? ഭയങ്കര ബുദ്ധിയാണ്. പക്ഷേ അവരതിൻ്റെ പുറകിലേക്ക് പോയിട്ട് സൃഷ്ടാവിൻ്റെ അടുക്കലല്ല പോകുന്നത്. പുറകിലേക്ക് ചെന്ന് ചുമ്മാ പൊട്ടിത്തെറിച്ചുണ്ടായി തന്നെത്താൻ ഉണ്ടായി വന്നെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം അവർ. പ്രവർത്തികളുടെ പുസ്തകം 14:17. സ്തോത്രം. പ്രവർത്തികൾ 14:17. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ദൈവം നന്മ ചെയ്യുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും. കർത്താവ് ആകാശത്തു നിന്ന് മഴ തരികയാണ്, അല്ലേ? ഒരാൾ ഒരു കവള് വെള്ളം നമുക്ക് തന്നാൽ നമുക്ക് സന്തോഷമാണ്. അത് ആവശ്യത്തിൻ്റെ സമയത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. കർത്താവ് ആകാശത്തു നിന്ന് വെള്ളം നമുക്ക് തരികയാണ്. ഈ ഭൂമിയിൽ കർത്താവ് ഫിൽട്ടർ വെച്ചിരിക്കുന്നതിനെ നിങ്ങൾ ആലോചിക്കുക. മണ്ണിനെ ഫിൽട്ടറാക്കി വെച്ച് താഴെ കൊണ്ടുവന്നിട്ട് വെള്ളം തിരിച്ചു തരുന്നു. ഇവിടെ നിന്ന് ഫിൽട്ടർ ചെയ്ത് മേളിൽ കൊണ്ടുവന്നിട്ട് തിരിച്ച് വെള്ളം തരുന്നു. എന്തെല്ലാം ഫിൽട്രേഷനാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലുണ്ട്? ദൈവത്തിൻ്റെ ഫിൽട്ടറിങ്ങിൻ്റെ സെറ്റപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അവിടെ പറയാം ദൈവം നന്മ ചെയ്തു. അതിൻ്റെ മേലെ വേറെ ഒരുപാട് കാര്യം പറയാം, നമ്മൾ അവിടെ നിന്ന് തൽക്കാലം എടുക്കുന്നില്ല. ദൈവം നന്മ ചെയ്തു, ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അത് ദൈവം ഇത്രയും തന്നെ നമ്മളെ തൃപ്തിപ്പെടുത്തിയിരിക്കുകയാണ്. ആവശ്യത്തിന് മഴ തരുന്നു, വെയിൽ തരുന്നു. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ കെണിയാണ്. ഇതെല്ലാം മനോഹരമായി തന്ന് നമ്മളെ ഓരോ ദിവസവും ദൈവം നടത്തിയിട്ട് എന്താ ചെയ്യുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം തരിക. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കണം. പക്ഷേ പരാജയപ്പെടേണ്ടവൻ അത് ഓർക്കത്തുമില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കത്തുമില്ല. അപ്പോൾ ഈ വെളിപ്പാടിനോടുള്ള തിരസ്കാരം എന്ന് പറയുമ്പോൾ വെളിപ്പാട് 2 എണ്ണമാണുള്ളത്. ബൈബിളിൽ 2 വെളിപ്പാടാണുള്ളത്. വെളിപ്പാട് പുസ്തകമല്ല, 2 തരം വെളിപ്പാട്. ഒന്ന് ജനറൽ റെവലേഷൻ, 2 സ്പെഷ്യൽ റെവലേഷൻ. ഒന്ന് പൊതുവായ വെളിപ്പാട്. പൊതുവായ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ പ്രകൃതിയിലൂടെ, അതാണ് പൊതുവായത്. അതപ്പോൾ എല്ലാവർക്കും കിട്ടും. ഒരു വൃക്ഷത്തെ നോക്കിയാൽ അറിയാം, ഒരു കോഴിയെ നോക്കിയാൽ അറിയാം, ഒരു കാക്കയെ നോക്കിയാൽ അറിയാം, ഒരു പുഴയെ നോക്കിയാൽ അറിയാം,
വെള്ളത്തിൻ്റെ കൂട്ടത്തെ നോക്കിയാൽ അറിയാം, അല്ലേ? എവിടെ തിരിഞ്ഞു നോക്കിയാലും അതിനകത്ത് ദൈവത്തിൻ്റെ ശക്തിയെ കാണാൻ പറ്റും, ദൈവത്തിൻ്റെ കരവിരുതിനെ കാണാൻ പറ്റും, ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാൻ പറ്റും. അത് കണ്ടു മനസ്സിലാക്കി അതിലാനന്ദിച്ച് സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. പൂവിനെ കണ്ട് പറഞ്ഞ പൂ കൊള്ളാം കേട്ടോ, അവിടെ കൊണ്ട് തീരുന്നില്ല, അതിൻ്റെ ബാക്കിൽ പോലെ എൻ്റെ ഡിസൈനർ ആരാ? പൂവിനെ നിങ്ങൾ ആസ്വദിച്ചോളൂ, പക്ഷേ ഇതിൻ്റെ ഡിസൈനറെ കുറിച്ച് നിങ്ങൾ 2 വാക്ക് പറയണം, അല്ലേ? എൻ്റെ വീട് കാണാൻ വരുന്ന ആൾക്കാർ ചോദിക്കും, ആരാണ് ഇതിൻ്റെ ഡിസൈനർ, അല്ലേ? എന്നാണ് അങ്ങനെ ചോദിക്കുന്നത്? ഇതിൻ്റെ പറയുന്നൊരു ഡിസൈനർ അല്ലെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ. അതെ, ഡിസൈനറുടെ ബ്രെയിനിലാണ് ഇതിൻ്റെ കളി നടക്കുന്നത്, അല്ലേ? രണ്ടാമത് ചോദിക്കും, ആരാണ് ഇതിൻ്റെ പണിക്കാരൻ? അപ്പോൾ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇത് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഡിസൈനർ ഒന്നും ഇവിടെ ആരുമില്ല. ഞാനൊരു ദിവസം ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ പൊങ്ങി വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ എന്നെ അപ്പോഴും വിളിച്ച് പേരുടെ കൂടെ കൊണ്ടുപോകും, അല്ലേ? അവിടെ ചില ഡോക്ടറുടെ അടുത്ത് നിങ്ങൾ പറയും ഇങ്ങനെ പറയുകയാണ്, അപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് പറയും ഇങ്ങനെയാണ്, ആണോ ഇപ്പം ശരിയായി തരാം, അല്ലേ? അയാളെ വിളിച്ചോട്ടെ അത് ചെറിയൊരു മരുന്നൊക്കെ തന്നു വിടുമ്പോൾ ഇത് ഞാൻ വച്ചതാണ് കേട്ടോ, നമ്മളങ്ങ് ശരിയാവും. ചിലർക്ക് 2 യൂണിറ്റ് കറണ്ട് കൊടുത്താലും ശരിയാവാത്ത ആൾക്കാരുണ്ട്, പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഗ്രഹിക്കുന്നുണ്ടോ? അപ്പം ദൈവത്തെ നമുക്ക് പ്രകൃതിയിലൂടെ കണ്ടു മനസ്സിലാക്കി ഗ്രഹിച്ച് സ്തോത്രം ചെയ്ത് ദൈവമായിട്ടുള്ള ബന്ധം കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിക്കാത്തവർ വീഴും. നമ്മൾ വീഴ്ചയുടെ രംഗങ്ങളാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. നമ്പർ 1 നിസ്സംഗത. അവർക്കൊന്നും അറിഞ്ഞൂടാ, തെക്ക് പറഞ്ഞൂടെ വടക്ക് പറഞ്ഞൂടെ, ചത്ത തല കിഴക്കോ വടക്കോ ഇതൊന്നും അറിയത്തില്ല. ഞായറാഴ്ചയാണോ, ഇന്നും ഞായറാണോ, പറ്റുമെങ്കിൽ വരാം, വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ചുമ്മാ ഞാൻ കുറച്ച് നേരത്ത് വായി നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നിട്ട് അടുത്ത ആഴ്ച വരാമേ എന്നും പറഞ്ഞിട്ട് പോകും. ഒരു ഗുണമില്ല. കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഈ ആഴ്ച കൊണ്ടുവന്ന ഗുണം എന്താണ്? എന്തെങ്കിലും ഗുണമുണ്ടായോ? കുറേ വലിച്ചു വാരി തിന്നല്ലാതെ എന്തെങ്കിലും നേട്ടമുണ്ടോ? കർത്താവിന് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച ജീവിച്ചിരുന്നുകൊണ്ട് നേട്ടമുണ്ടെന്നുള്ളൊരു സ്വത്രം പറഞ്ഞു നോക്കിയേ. കൃപയാൽ ആരുമില്ല. ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഞാനിരുന്നുകൊണ്ട് എന്താ ഗുണമുണ്ടായെന്ന്. വീട്ടുകാർക്ക് ഗുണമുണ്ടായി കാണും. പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു, മീൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു, ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു, ഇതെല്ലാം കാര്യം ചെയ്തു. സ്വന്തം കർത്താവിന് എന്താണ് ഗുണമുണ്ടായത്? അത് ചുമ്മാ ചിന്തിച്ച് നോക്കിയേ. ഒരു ഗുണവും ഇല്ലെന്ന് മാത്രമല്ല, ഉപദ്രവം ഉണ്ടായി. ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവണം. ആ കണക്കിനാണ് ഞാൻ ഡോസ് കുറച്ചാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുക. അങ്ങനെ നമ്മൾ ഡേ ബൈ ഡേ നമ്മുടെ ആത്മീക ജീവിതം വർദ്ധിച്ച് കയറി പോവുകയാണ് ചെയ്യേണ്ടുന്നത്. ദൗർഭാഗ്യവശാൽ സംഭവിക്കുന്നില്ല. ഓക്കെ, പ്രകൃതിയാലുള്ള വെളിപ്പെടുത്തൽ 2 സ്പെഷ്യൽ റെവലേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക വെളിപ്പാട്. നല്ല തിയോളജിക്കൽ ടേംസാണ്, ആ സാധനം തന്നെ പറയണം. പ്രത്യേക വെളിപ്പാടെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ കാണുന്നത്. ദാറ്റ് ഈസ് സ്പെഷ്യൽ. അതെല്ലാവർക്കും പറ്റില്ല. പ്രകൃതിയിലൂടെ എല്ലാവർക്കും ദൈവത്തെ കാണാൻ കഴിയണം. അത്തരത്തിൽ ദൈവം ബുദ്ധി മാത്രമുള്ള എല്ലാവർക്കും പ്രകൃതിയിലൂടെ കർത്താവിനെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. പക്ഷേ ദൈവത്തെ കാണാൻ ക്രിസ്തുവിലൂടെ അത് സ്പെഷ്യലാണ്. ആ ക്രിസ്തുവിലൂടെ വെളിപ്പാട് ആൾക്കാർക്ക് കൊടുക്കുകയാണ് നമ്മുടെ ജോലി. ക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യുക. അവർക്ക് ദൈവത്തെ കാണാൻ പാകത്തിന് ക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യുക. അതാണ് സ്പെഷ്യൽ റെവലേഷൻ. ഇവിടെ ഞാൻ എടുത്ത പോയിന്റ് സ്പെഷ്യൽ റെവലേഷനെ റിജക്റ്റ് ചെയ്തതല്ല, ജനറൽ റെവലേഷനെ റിജക്റ്റ് ചെയ്തതാണ് നമ്മൾ എടുത്ത് സംസാരിച്ചത്. സ്വതന്ത്രം ജനറൽ റെവലേഷനെ തള്ളിയാൽ അവനൊരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല. അതുകൊണ്ട് നമുക്കെല്ലാം കാണാം. പൂവിനെ കണ്ട് സന്തോഷിക്കാം, മൃഗത്തെ കണ്ട് സന്തോഷിക്കാം, ഇതെല്ലാം കണ്ട് സന്തോഷിക്കാം. സന്തോഷിക്കുമ്പോഴും നമ്മൾ ഓരോ പ്രാവശ്യം സ്തോത്രം പറയുമ്പോഴും അതിൻ്റെ ഡിസൈനർ, അല്ലേ, അതിൻ്റെ സൃഷ്ടാവിനാണ് മഹത്വം പോവേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലായിടവും നടന്ന് കാണാം. ഊട്ടി പോവാം, കൊടൈക്കനാലിൽ പോവാം, എല്ലായിടവും പോവാം. അല്ലാതെ ഇതിൻ്റെ എല്ലാം തൊലിപ്പുറം കണ്ട് കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് വരുന്നവൻ ഒരു ഗുണമില്ലാത്തവനാണ്. അതെല്ലാം പോയി കണ്ട് സന്തോഷിച്ച് അതിൻ്റെ പുറകിലെ ഡിസൈനറിന് സ്തോത്രം പറയാൻ കഴിഞ്ഞാൽ, ഡിസൈനറിനെ കുറിച്ച്, ആ ഡിസൈനറുടെ വീട്ടിൽ സ്ഥിരതാമസത്തിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ ആയാൽ വിജയിച്ചു, അല്ലേ? ആ ഡിസൈനറുടെ വീട്ടിൽ സ്ഥിരതാമസത്തിന് പോകാനൊക്കെ താല്പര്യമുണ്ടോ? സ്തോത്രം, അല്ലേ? യെസ്.
നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു, ബിൽഡിംഗ് ഒക്കെ കണ്ട് കുളം ഭയങ്കര സംഭവം തന്നെ. തിരിച്ച് വീട്ടിൽ വരാണ്. പിന്നെ അതിൻ്റെ ആനന്ദം മാത്രമേ ഉള്ളൂ. ആ ഡിസൈനറുടെ വീട്ടിൽ പോകണം സ്ഥിരതാമസത്തിന്. കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുക. ആ ഒരു ഇതൊക്കെ നമ്മുടെ അകത്ത് ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കൃപയിൽ നിന്ന് താഴെ പോകും. നമ്മൾ കൃപയിൽ നിന്ന് വീണു പോകും. അപ്പം കൃപയിൽ നിന്ന് വീണു പോകാനുള്ള കാരണം ഇത് നമ്മുടെ അകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നതാണ്. നമ്പർ 3, ബിക്കോസ് ഓഫ് ഡിസൊബേയിങ് ദെയർ ഓൺ കോൺഷ്യൻസ്. അവരുടെ മനസാക്ഷി അവരനുസരിക്കുന്നില്ല. മനസാക്ഷി ദൈവം തന്നിരിക്കുന്ന ക്വാളിറ്റിയാണ്. മൃഗങ്ങൾക്ക് മനസാക്ഷിയില്ല. മൃഗങ്ങൾ മണത്ത് നോക്കി മാത്രം ചെയ്യുന്നതാണ്. നിങ്ങൾ അവൻ്റെ കൂട്ടുകാരൻ, അവൻ്റെ സ്നേഹിതനാണെന്ന് മനസ്സിലാകുന്നതൊക്കെ സെൻസിലൂടെ മാത്രമാണ്. അവൻ്റെ മനസാക്ഷിയൊന്നും മറക്കാത്തൊന്നുമില്ല, അല്ലേ? മനസാക്ഷി മറക്കാത്തില്ല. മനസാക്ഷി മറക്കാവുന്ന മനുഷ്യനാണ്. റോമർക്കെഴുതിയ ലേഖനം തന്നെ 2-ാം അധ്യായം 14, 15, 16 വാക്യം നോക്കാം. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 14, 15, 16 വാക്യം. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിനുള്ളത് സ്വഭാവത്തിൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുന്നു. അവരുടെ മനസാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തും. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും. കണ്ടോ? മനസാക്ഷി സാക്ഷ്യം പറയാം. അടുത്ത് പറയുക, അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. കണ്ടോ? ഹൃദയത്തിൽ മനസാക്ഷി അവരോട് പറയുന്നതിനോട് അവർ കൃത്യമായി പ്രതികരിക്കുന്നു. നമുക്കറിയാലോ, ഏത് പാപം ചെയ്യാൻ പോയാലും മനസാക്ഷി അകത്ത് പറയും. എന്ത് ചെയ്യാൻ പോയാലും ഈസ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട്, മനസാക്ഷി കൃത്യമായും അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചിരിക്കും. ഏത് വിഷയത്തിന് വേണ്ടി നമ്മൾ പോയാലും മനസാക്ഷി ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറയും. അത് കഴിഞ്ഞിട്ടാണ് ഒന്നുകിൽ നമ്മൾ മനസാക്ഷി മാറിയിരിക്കാൻ പറയും, എന്നിട്ടേ നമ്മൾ അടുത്ത ആക്ഷൻ എടുക്കുകയുള്ളൂ. മനസാക്ഷി പറയുന്ന കേട്ട് മര്യാദയ്ക്ക് നിന്ന് നോക്കിയേ, നമ്മൾ ഒരിക്കലും കൃപയിൽ നിന്ന് താഴെ പോവില്ല. പക്ഷെ നമ്മൾ മനസാക്ഷിയെ ജയിലിലാക്കി കളയും. എന്ന് പറഞ്ഞാൽ നമ്മൾ 4 സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ചടിച്ചിട്ട് മനസാക്ഷിയെ ഇങ്ങനെ ജയിലിലാക്കും. അതെ, മനസാക്ഷി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇവൻ ഇപ്പോൾ 2 ചീത്ത പറഞ്ഞില്ലെങ്കിൽ ഇവൻ ഇനിയും നമ്മളെ പറയും. അപ്പോൾ മനസാക്ഷി പറയാം, അങ്ങനെ ഒന്നും ചെയ്തുകൂടാ. മനസാക്ഷി നിനക്കത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. വക്രനോട് ദൈവം വക്രനാണ്. അതുകൊണ്ട് ഞാനും അങ്ങനെ നിൽക്കണം. വാക്യങ്ങളൊക്കെ പിന്നെ നമുക്ക് കുറച്ചൊക്കെ അറിയാമല്ലോ ഇപ്പോൾ. സ്തോത്രം. നമ്മുടെ മനസാക്ഷി കൃത്യമായിട്ട് കറക്റ്റ് ടൈമിന് നമ്മുടെ സംസാരിക്കും. അതാണ് ദൈവം വച്ചിരിക്കുന്ന സെറ്റിങ്. അത് കറക്റ്റായിട്ട് അവിടെ പറയും, ഇന്നത് ചെയ്യണം. നമ്മൾ അതിനൊക്കെ മനസാക്ഷിക്ക് പുറത്ത് പരിശുദ്ധാത്മാവും നമ്മുടെ സംസാരിക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ പറഞ്ഞ വെളിയിൽ ഇറക്കി. കാരണം ഇത് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഇവരേക്ക് അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് ഞായറാഴ്ച വന്നാൽ മതി, ഒരു 10:30 ആകുമ്പം. അല്ല, ഒരു വക ചെയ്യാനും സമ്മതിക്കില്ല. അല്ലാതെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഇറക്കി. മനസാക്ഷി ഒരു വലിയ പ്രശ്നമാണ്. മനസാക്ഷി നമ്മുടെ ഇങ്ങനെ വാദിച്ചുകൊണ്ടേയിരിക്കും. ഇത് ചെയ്യരുത് അല്ലേ? ഡയബറ്റിക് കൂടി നിൽക്കുകയാണ്, അപ്പോഴാണ് നമ്മളെ കയ്യിൽ ലഡു വരുന്നത്. മനസാക്ഷി പറയും വേണ്ട. അപ്പോഴും നമ്മുടെ സാക്ഷി പറയും ആയിക്കോട്ടെ, ഒരെണ്ണമല്ലേ കഴിക്കുന്നുള്ളൂ അല്ലേ, ഒരു ഗുളിക കഴിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ രാവിലെ എക്സസൈസ് ചെയ്ത് കളയാം. എക്സസൈസ് ചെയ്യാൻ എഴുന്നേക്കാൻ പറ്റിയാലല്ലേ, ഇതേ കിടക്കുകയല്ലേ. ഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ആഹാരക്കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മനസാക്ഷി മരിക്കുന്നതുവരെയും സംസാരിച്ചുകൊണ്ടേയിരിക്കും. മനസാക്ഷി മരവിച്ച് പോയവരുണ്ട്. അത് സ്ഥിരമായിട്ട് ഇങ്ങനെ ആ പാപം ചെയ്ത് മനസാക്ഷിക്ക് കുഴപ്പമൊന്നുമില്ല. മനസാക്ഷി അടിക്കുമ്പോൾ ഇവന് പിന്നെ അത് വർക്കാവത്തില്ല, അത്രയേ ഉള്ളൂ അല്ലേ? അങ്ങനെ ചിലർക്ക് പ്രശ്നമുണ്ട്. ചിലർക്ക് ബൈബിൾ വായിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു വിഷമൊന്നും തോന്നുന്നില്ല. കാരണം അങ്ങനെ വായിക്കാറില്ല, വല്ലപ്പോഴും വായിക്കാറുള്ളൂ അല്ലേ? അപ്പോൾ അത് വായിച്ചില്ലെന്ന് പറഞ്ഞ് മനസാക്ഷി അങ്ങനെയൊന്നും പ്രയാസമൊന്നും, മനസാക്ഷി അകത്തിങ്ങനെ വിങ്ങുന്നുണ്ട്, ഇത് തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കത് ബാധിക്കുന്നില്ല അല്ലേ? സ്തോത്രം. എല്ലാം മനസ്സിലാകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് ബാക്കി ലോഡ് ചെയ്യാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത് അല്ലേ. ബാക്കി ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രയാസം വരുമെന്ന് എനിക്കറിയാം. മനസാക്ഷി പറയും. മനസാക്ഷി പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കാതെ പിന്നെയും തള്ളി മുമ്പിലേക്ക് പോയാൽ
100% നമ്മൾ കൃപയിൽ നിന്ന് വീണിരിക്കും. സഹോദരനെ സ്നേഹിക്കാൻ പരിശുദ്ധാത്മാവ് പറയും. എവിടൊക്കെ ഏത് രീതി വരെ ഡീൽ ചെയ്യണം, ഏത് രീതി വരെ സഹിക്കണം എന്ന് പരിശുദ്ധാത്മാവ് പറയും. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരോട് മനസാക്ഷി പറയും. ഇതിനെ രണ്ടിനെയും തള്ളി മാറ്റിയിട്ടേ നമുക്ക് അത് ചെയ്യാൻ പറ്റൂ. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ തള്ളി മാറ്റണ്ട. നമ്മളിങ്ങനെ തള്ളിക്കോട്ട് വരുന്നത് കാണുമ്പോൾ പരിശുദ്ധാത്മാവ് മാറി തരും. നമ്മുടെ തള്ളു താങ്ങാനൊന്നും മൂപ്പർക്ക് പറ്റുകയില്ല. അതാ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നത്. ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ആവശ്യപ്പെട്ടാലേ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ കേട്ടോ. അതാ പലർക്കും പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് അതാ കാര്യം. നമ്മൾ ശരിക്കും പരിശുദ്ധാത്മാവിനെ ആവശ്യപ്പെടുക, അതാണ് മുട്ടുവിൻ തുറക്കപ്പെടും, യാചിപ്പിൻ കിട്ടും എന്നൊക്കെ പറയുന്നത് അതാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവില്ലാതെ എനിക്ക് പറ്റില്ലെന്ന പോയിന്റിലേക്ക് ഞാൻ എത്തിയാലേ കർത്താവ് പരിശുദ്ധാത്മാവിനെ തരുള്ളൂ. അതാണ് പണ്ട് കാത്തിരിപ്പൊക്കെ വേണമെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പിന്നെ ആൾക്കാർക്ക് ഇത് കാത്തിരിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പാടുന്ന സമയത്ത് വായിൽ വരുന്ന ഭാഷ പറഞ്ഞ് കൂടെ കയറിക്കൊണ്ടാൽ മതി. അത് ഇങ്ങനെ അടിപിടി സാധനങ്ങളൊക്കെ വെച്ചൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ അടിച്ചു വിട്ട് തരുമ്പം പിന്നെ മൈക്ക് വെച്ചുകൊണ്ട് നിൽക്കുന്ന മുതലാളി ആ രീതിയിൽ പറയും. അപ്പോൾ നിങ്ങൾ വായി വരുന്ന അങ്ങ് പറഞ്ഞാൽ മതി. അത് പരിശുദ്ധാത്മാവൊന്നും അല്ല, സാധാ മാവാണത്. അത് ആൾക്കാർ പരിശുദ്ധാത്മാവ് പറഞ്ഞ് കൊണ്ട് നടക്കുന്നതേ ഉള്ളൂ അല്ലേ? അതാണിങ്ങനെ ഭയങ്കര മെഗാ മീറ്റിങ്ങിലൊക്കെ വച്ച് കീച്ചുന്ന ആ സാധനമാണ്. സ്വതന്ത്രം. അതിന് സംശയമൊന്നും വേണ്ട. ഞാൻ ആ ഭാഗത്തൊന്നും ഇപ്പോൾ പോകുന്നില്ല. നിങ്ങളാരും ഉപദ്രവിക്കാൻ ആരെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാണ് രാവിലെ അടിച്ച് വരുന്നത് അല്ലേ? എന്നിട്ട് നിങ്ങളുടെ കൂടി ഈ ഇരുവായ്ത്തല വാളും കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കണം. അവന് മുറിവേൽക്കാൻ എന്ത് ചെയ്യും? സ്തോത്രം. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ അന്യഭാഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, കൃപാവരം കർത്താവിൽ നിന്ന് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിച്ചിരി ശ്രമകരമായ പരിപാടിയാണ്. കർത്താവിന് ബോധ്യം വരണം, പരിശുദ്ധാത്മാവ് എനിക്ക് കൂടിയേ തീരൂ. കണ്ടോ? അത് എനിക്കത് തോന്നിയെന്ന് എനിക്കത് ബോധ്യമായെന്ന് കർത്താവിന് ബോധ്യമാവണം. കാര്യം പിടിയിട്ടോ? പിള്ളേരും അത് നമ്മുടെ അടുത്ത് പറയും, ഇന്ന സാധനം വേണം. അപ്പോൾ നമ്മളത് നമ്മൾ ചവിട്ടി പിടിക്കും. പൈസ ഇല്ലെങ്കിലേ ചവിട്ടി പിടിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം വാങ്ങിച്ചു കൊടുക്കും. പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ചവിട്ടി പിടിക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കടുപ്പിക്കുന്നൊന്ന് നോക്കും. അപ്പോൾ കടുപ്പിക്കലിൽ പിടുത്തം നമുക്കറിയാതെ അല്ലേ? അപ്പന്മാർക്കൊക്കെ അതറിയാം. അപ്പോൾ എവിടെ അടിച്ചാലും എവിടെ പോകും നമുക്കറിയാം. അത് പോയിൻ്റൊക്കെ അപ്പനല്ലേ. അപ്പോൾ നമ്മളിത് 2-3 പ്രാവശ്യം നോക്കുമ്പോൾ നമുക്കറിയാം ഇത് എന്താണ് സംഭവം. അതനുസരിച്ച് നമ്മളിതിനെ വിടും. അപ്പോൾ ഇത് കൂടിയേ തീരൂ എന്നുള്ള വിഷയം നമുക്കറിയാം. അത് വരുമ്പോൾ കൃത്യമായി നമ്മളതിൽ ഇടപെട്ടിരിക്കും. എത്ര രൂപ ചെലവ് വന്നെന്ന് പറഞ്ഞാലും കൂടിയേ തീരൂ വിഷയത്തിൽ നമ്മൾ ഇടപെടും. അതുപോലെ കൂടിയേ തീരൂ എന്ന എൻ്റെ ഹൃദയത്തിൻ്റെ ആവശ്യം കർത്താവ് കാണുമ്പോഴേ പരിശുദ്ധാത്മാവിനെ തരത്തുള്ളൂ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് പറയും പോലെ നമ്മൾ നടക്കാതെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിന് നമുക്ക് അപ്പം നിങ്ങളെ വീട്ടിൽ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ നിർബന്ധിച്ച് വന്നപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കി വിട്ടാലോ? അതാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കരുത്. അല്ല ചിലർ പറയും അന്യഭാഷ പറഞ്ഞ് കളിയാക്കരുത്. അതിന് പരിശുദ്ധാത്മാവൻ എന്തോ? നിങ്ങൾ ഏത് ഭാഷയോ പറയുക, പരിശുദ്ധാത്മാവൻ അങ്ങനെ നെയ്യാക്കത്തൊന്നുമില്ല. അത് നിങ്ങൾ തോന്നലാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത് നമ്മൾ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാണ്. വന്ന ശേഷം ഇയാളില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ല. എന്നാ പിന്നെ എന്തിനാ വന്നേ? ഇല്ല, ഞാൻ നിങ്ങളെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നിട്ട് നിങ്ങൾ അതിലും കുഴപ്പമില്ലായിരുന്നോ? ഗിരി ആലോചിക്കേ അല്ലേ? ഇവിടെ ഇല്ല, നിങ്ങളെ മൈൻഡ് ചെയ്തില്ലെങ്കിലോ പ്രശ്നമാണ്. അപ്പോൾ നിർബന്ധിച്ച് വിളിച്ചാൽ അതാ പറഞ്ഞേ, നമ്മൾ നിർബന്ധിച്ചത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ തന്നത്. അതാ നിർബന്ധിക്കാതെ തരത്തില്ലായിരുന്നു അത്. അതുപോലെ തന്നെയാണ് വിശുദ്ധ ജീവിതം. നമ്മൾ ശരിക്കും മല്ല് പിടിച്ചാൽ മാത്രമേ വിശുദ്ധ ജീവിതം സാധിക്കൂ. വിശുദ്ധ ജീവിതം നമുക്ക് വേണമെന്ന് കർത്താവ് മല്ല് പിടിക്കാൻ കാരണം, സ്വർഗം എനിക്ക് കൂടിയേ തീരൂ എന്ന് ഞാൻ യുദ്ധം ചെയ്താണ് ചെല്ലുന്നത്. അല്ലാതെ കർത്താവ് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി എന്താ കുഴപ്പം? നമ്മളവിടെ ചെന്നിട്ട് ഇത് മെനക്കെട്ട ഇവിടെ കൊള്ളുകയല്ല. ഉറക്കം വരുന്നു, ഉറങ്ങാൻ പോലും സ്ഥലമില്ല, എല്ലായിടവും വെളിച്ചം അല്ലേ? നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോയതാണ് കർത്താവ്. ചെറുതായിട്ടൊന്ന് താങ്ങി അവിടെ കൊണ്ടുവന്നപ്പം പാർട്ടിക്ക് താല്പര്യമില്ല, അവിടെ എല്ലായിടവും വെളിച്ചം അല്ലേ? അതുകൊണ്ട് കർത്താവ് അങ്ങനെ, അതാണ് രാത്രിയില്ലാത്തൊരു ദേശമാണ്, കംപ്ലീറ്റ് വെളിച്ചമാണ്, എങ്ങും പട്ട പകൽ പോലെ നിൽക്കും. താല്പര്യം ഉണ്ടെങ്കിൽ യുദ്ധം ചെയ്ത് കയറി ചെല്ലുക. അപ്പോൾ യുദ്ധം ചെയ്ത് ജയിച്ചു ചെന്നവൻ അവിടെ ചെന്നിട്ട് ഇത് കൊള്ളത്തില്ലെന്ന് പറയത്തില്ലല്ലോ. അതാ ഇതിൻ്റെ കളി. അപ്പോൾ ആ യുദ്ധത്തിന് നമുക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്ന് കർത്താവ് നമ്മളെ വെയിറ്റ് ചെയ്ത് മനസ്സിലാക്കുകയാണ്. നമുക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്ന് കർത്താവിന് അറിയണം.
അപ്പം ശരിക്ക് യുദ്ധം ചെയ്ത് ജയിച്ച് ചെന്നാൽ മതി. നമ്മുടെ പിള്ളേർക്ക് താല്പര്യമില്ലാതെ കൊണ്ടൊരു കോഴ്സിന് വിട്ടു നോക്കിയേ, അവൻ തോക്കും, ഉറപ്പായിട്ട് തോക്കും. അവന് താല്പര്യം വരാതെ അവൻ ജയിക്കത്തില്ല. എൻ്റെ മോൾ അവളുടെ താല്പര്യം കൊണ്ട് മെഡിസിൻ പഠിക്കാൻ പോയിരിക്കുകയാണ്. അവൾ പഠിച്ചോളും, ജയിച്ചോളും. അല്ലേ, നമ്മളൊന്നും പറയണല്ല, അവൾ നോക്കിക്കോളും. പരീക്ഷ നടക്കട്ടെ, അല്ലേ, പരീക്ഷ നടക്കട്ടെ, അതല്ല അവളുടെ ജോലിയാണ്. ഞാനാണ് ഇവിടെ തള്ളി വിട്ടേക്കുള്ള ഗതി അലച്ചൊക്കെ. എൻ്റെ അടുത്ത് ഇവിടെ ഭയങ്കര മഞ്ഞാണ്, ഇവിടെ പഠിക്കാനൊന്നും പറ്റൂല, ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഇവിടെ തിന്നാനൊന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റൂല. ഞാൻ എന്തോ ചെയ്യും? എനിക്ക് ഇവിടെ നിന്ന് കണ്ടുപിട്ട് കഴിയും, കൊന്നുകളയും. പൈസ എത്ര രൂപ ആയതറിയാമോ? അവൾ 5 കൊല്ലം അവിടെ നിന്ന് വേറെ എന്തെങ്കിലും പരിപാടി കാണിക്കും. ഇത് അവൾ പോയത് അവളുടെ ആവശ്യക്കാരനാണ് പോയത്. എനിക്ക് ഒരു റിസ്ക്കും ഇല്ല. പരീക്ഷയാണ്, ഞാൻ കൂടെ വേണമെങ്കിൽ പ്രാർത്ഥിച്ചോളാം. നീ പ്രാർത്ഥിച്ചോ, കണ്ടോ, എനിക്ക് റിസ്ക് കുറവാണ്. അപ്പോൾ ഇതേ ബോധ്യം കർത്താവിന് വരണം. ഇവർക്കിത് കൂടിയേ തീരൂ, കർത്താവിനെ കൂടിയേ തീരൂ എന്ന് കർത്താവിന് ബോധ്യം വന്നാലേ പരിശുദ്ധാത്മാവിനെ തരൂ. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ അവഹേളിച്ചാൽ അത് പ്രശ്നമാണ്. ഗ്രഹിച്ചു കാണും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അടുത്ത വാക്യം 16 കൂടി വായിക്ക്. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. കണ്ടോ, അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് ന്യായം വിധിക്കും. അന്ന് രഹസ്യം വെളിയിൽ കൊണ്ടുവരും. രഹസ്യം വെളിയിൽ കൊണ്ടുവരുമ്പോൾ ഈ രഹസ്യവും മനസാക്ഷി ഇങ്ങനെ ചേർന്ന് കിടക്കുകയാണ്. രഹസ്യം വെളിയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് പറയാനൊക്കത്തില്ല, അയ്യോ ഇങ്ങനെ ഉണ്ടായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. മനസാക്ഷി ലിങ്കായിട്ട് കിടക്കുകയല്ലേ. ആധാർ അടിക്കുമ്പോൾ എല്ലാം കൂടെ ഓപ്പണായി വരുമെന്ന് പറഞ്ഞാലേ, ഇതടിക്കുമ്പോൾ എല്ലാം കൂടെ ഓപ്പണായി വരും. അപ്പോൾ നമ്മൾ ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു, മനസാക്ഷിയിൽ ഞാൻ പറഞ്ഞു തന്നില്ലേ? അല്ല, മനസാക്ഷി പറഞ്ഞു, അപ്പോഴും മനസ്സിലായില്ല. അപ്പം നരകത്തിൽ പോകണം. കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിച്ച് മാറ്റി നിർത്തി. കർത്താവ് എല്ലാവരും തന്ന മനസാക്ഷിയെ നമുക്കും തന്നു. അത് പറഞ്ഞിട്ടും കേട്ടില്ല. അപ്പം പിന്നെ ആൾ പരാജയപ്പെട്ടേ പറ്റൂ. ഗ്രഹിക്കുന്നുണ്ടോ? അതിൻ്റെ ആ ക്ലോസ് കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇനി നമ്മൾ നരകത്തിൽ പോകുന്നെങ്കിൽ, നമ്മൾ പരാജയപ്പെടുന്നെങ്കിൽ, വീഴുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ഉത്തരവാദിത്വം ദൈവത്തിനില്ല. നമ്മളെ നേരെ നിർത്താൻ കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നു, നേരെ നിൽക്കാൻ മനസാക്ഷിയെ തന്നു, പൊതുവായ വെളിപ്പാട് തന്നു. ഇതിനെല്ലാം അവഗണിക്കുന്നവൻ വീഴാതെ പിന്നെ എവിടെ പോകാനാ? ഇതൊന്നും ചാക്കിട്ട് നിർത്താൻ പറയുന്നില്ല. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ ചാക്കിട്ട് നിർത്തിയിട്ട് കാര്യമില്ല, പൂശി നിർത്തിയിട്ട് കാര്യമില്ല. എല്ലാ ആഴ്ചയും വരണം കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ചോളാം, വേണമെങ്കിൽ വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് വരാം. അത് റിസ്ക്കാണ് അല്ലേ? ആൾക്കാർ ഞായറാഴ്ച കല്യാണത്തിന് വന്നു, നൂലേട്ടിന് വന്നു, ഇങ്ങനെ നടക്കുകയാണ് ആൾക്കാർ. അതൊരു ദുഃഖകരമായ കാര്യമാണ്. കാര്യം എന്താ? ഇതൊന്നും ഒരു ബോധമില്ല. ഇതെന്താ സംഭവം എന്നതിനെ കുറിച്ച് കൃത്യമായി ബോധമില്ല. അതാ പ്രശ്നം. നമ്മൾ 2 പ്രാവശ്യം പ്രഷർ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ പണ്ടത്തെ കാലമൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പണ്ട് നമുക്കൊക്കെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങുന്ന വയറുവേദന ഒരു 10:15 വരെ കാണും അല്ലേ? ഇപ്പോൾ ഒറിജിനലായിട്ട് ഈ പിള്ളേർ ഉറക്കം കഴിക്കുമ്പോൾ പോലും വയറുവേദന ആയിരിക്കും. പക്ഷേ നമ്മൾ പറയും പോകണ്ടെന്ന് പറഞ്ഞാലും ഇല്ല, സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകും. നമ്മളിൽ നിന്നൊക്കെ എന്ത് വ്യത്യാസമാണ് ഈ പിള്ളേർ. നമ്മൾ വല്ലപ്പോഴും ഒന്ന് പോയൊക്കെ നോക്കി, ഇല്ലെങ്കിൽ മൂക്കൊന്നി മലയിൽ ചെന്നിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കളികളായിരുന്നു. കാരണം പിള്ളേർക്കുള്ള വ്യത്യാസമൊക്കെ ഉണ്ടോ? ഞാനെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ആ മൈൻഡ് പാറ്റേൺ മാറുന്നുണ്ടോ? പിള്ളേർക്ക് പഠിക്കാനുള്ള താല്പര്യം വരുന്നുണ്ടോ? നമുക്കത് പഠിക്കാനുള്ള താല്പര്യമില്ല. ബുക്ക് കാണുമ്പോൾ ദേഷ്യമാണ്, സ്ലേറ്റ് ഇഷ്ടമില്ല അല്ലേ? പിന്നെ അടിയൊക്കെ തന്നിട്ടാണ് നമ്മൾ വെറുതെ പോകുന്നത്. ചെന്നാൽ അവിടെ ആടി, പോയില്ലെങ്കിൽ ഇവിടെ ആടി, ചെന്നാൽ അവിടെ ആടി, മൊത്തം അടി അല്ലേ? ഇവർക്ക് അടിയൊന്നുമില്ല, പക്ഷെ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് പഠിക്കാൻ പോകാൻ. അതിൻ്റെ സ്റ്റൈൽ മാറ്റം കണ്ടോ? അപ്പം നമ്മളിങ്ങനെ ആൾക്കാരെ ഇളക്കേണ്ടി വരുന്നത്. പിന്നെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വരുന്ന സാധനം നമ്മൾ ഈ ഇതിൽ കലർത്താനും പറ്റില്ല. ആരാധനയല്ലേ? ആൾക്കാർക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള രീതിക്ക് നമുക്ക് ക്രിക്കറ്റ് കളി കൂടെ വയ്ക്കാം. ആരാധന കഴിഞ്ഞ് ക്രിക്കറ്റ് കളി ഉണ്ടായിരിക്കുന്നതാണ്. എങ്കിൽ എല്ലാ പിള്ളേരും വരും. നമ്മുടെ മനസാക്ഷി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്, അതിനെ തള്ളി മാറ്റാതെ നമ്മൾ മര്യാദയ്ക്ക് നിന്നാൽ മാത്രം മതി നമുക്ക് ജയിക്കാൻ പറ്റും. മനസാക്ഷി നമ്മൾ സോഫ്റ്റായിട്ട് ചിലപ്പോൾ സംസാരിക്കും, ചിലപ്പോൾ നല്ല ഹാർഷായിട്ട് സംസാരിക്കും. ഹാർഷായിട്ട് മനസാക്ഷി സംസാരിക്കും. തള്ളി മാറ്റാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല അല്ലേ? ചിലടത്ത് നമുക്ക് 4 ചീത്ത പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് നമ്മുടെ അകത്തിരിക്കുന്ന പിശാച് പറയുന്നു.
അപ്പോൾ മനസാക്ഷി പറയും പറയരുത്, മോശമാണ്, അല്ലേ, മോശമാണെന്ന് പറയുന്നത് നീ മാറിയെന്നേ. അപ്പോഴത്തേക്ക് ആ പാപം കുറച്ചുകൂടി ശക്തി ആർജിച്ച് അവൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരും. എന്നിട്ട് അവൻ നമുക്ക് ശക്തി തരും, വിളിച്ചോളാൻ പറയും. എല്ലാം വിളിച്ച് ബഹളമായി ഓക്കെ ആയി കഴിയുമ്പോൾ പാപം ഇറങ്ങിപ്പോകും. അപ്പോഴാണ് നമുക്ക് പഴയ മനസാക്ഷി പിന്നെ ഓണാവും. നാണക്കേടായി, വേണ്ടായിരുന്നു. കണ്ടോ, മനസാക്ഷി ഓണാകുമ്പോൾ പാപം മാറിയിരിക്കും. കണ്ടോ, ഇതെല്ലാം തമ്മിൽ ലിങ്ക് നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ ലിങ്ക് മനസ്സിലാക്കണം. അപ്പോൾ വികാരം കയറുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വികാരം ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ മനസാക്ഷി എടുത്ത് മറിക്കും. അതുകൊണ്ട് മനസാക്ഷിയെ മറിക്കുന്ന വികാരം കയറാതിരിക്കാൻ നോക്കണം. സാധനങ്ങളൊക്കെ തല്ലിപ്പൊളിക്കുക അല്ലേ. പൗലോസ് പറയുന്നത് നിങ്ങളിൽ ചിലർ ആ വകക്കാരായിരുന്നു അല്ലേ. കൃപയാൽ നമ്മളിൽ പലരും ഇപ്പോഴും ആ വകക്കാർ തന്നെയാണ്. പറ്റാം, ഒരെണ്ണം കൂടെ പറയാം. സ്തോത്രം. ബിക്കോസ് ഓഫ് ദെയർ റിലേഷൻഷിപ്പ് ടു ദ വേൾഡ്, ഈ ലോകത്തോടുള്ളവരുടെ ബന്ധം. എഫെസ്യ ലേഖനം തന്നെ വായിച്ചു, 2:2. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. വളരെ മനോഹരമായ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വായിക്കുക. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തു. വളരെ സിമ്പിളായിട്ട് പറയാണ്, അവിടെ പറയാണ്, 2-ാം വാക്യം പറയാണ്, അവയിൽ നിങ്ങൾ മുമ്പേ ഇത് മുമ്പ് പഴയ കാര്യം പറയുകയാണെന്ന് വിചാരിക്കരുത്. നമ്മൾ മുമ്പേയും എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേക്കും കൂടെ അതിൽ ആടായിക്കോളും. മുമ്പേ ഇംഗ്ലീഷ് പറയാം, ഇൻ വിച്ച് അറ്റ് വൺ ടൈം യു വോക്ക്ഡ് ഹാബിച്വലി. നിങ്ങൾ സ്വാഭാവികമായി പണ്ട് യു വെയർ ഫോളോയിങ് ദ കോഴ്സ് ആൻഡ് ഫാഷൻ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ ഫാഷൻ അനുസരിച്ച്, കോഴ്സ് അനുസരിച്ച്, ഇതിൻ്റെ ഗതി അനുസരിച്ച്, ഇതിൻ്റെ മോഡൽ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചവരാണ്. നമ്മളൊക്കെ ഇപ്പോഴും ഈ ലോകത്തിൻ്റെ മോഡലല്ലേ. നമ്മളെ കണ്ടാൽ അറിയാം ഇപ്പോഴിറങ്ങുന്ന സിനിമയുടെ പാൻറ് എന്താണെന്ന്. നമ്മളെ കണ്ടാൽ അറിയാം, നമ്മുടെ മുടിവെട്ട് കണ്ടാൽ നാട്ടുകാർക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ മോഡൽ എന്താണ്, ഇല്ലേ. നമ്മുടെ ബൈക്കിലിരിപ്പ് കണ്ടാൽ അറിയാം ഇപ്പോഴത്തെ ഈ നാട്ടു നടപ്പ് എന്താണെന്ന്. അതാ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഹാബിച്വലി എന്ന വാക്ക് വളരെ പ്രധാനമാണ്. സ്വാഭാവികമായി ചെയ്തു പോവുകയാണേ. അടുത്ത് പറയാം, ഫോളോയിങ് ദ കോഴ്സ് ആൻഡ് ഫാഷൻ ഓഫ് ദിസ് വേൾഡ് വെയർ അണ്ടർ ദ സ്വേ ഓഫ് ദ ടെൻഡൻസി ഓഫ് ദിസ് പ്രസന്റ് ഏജ്. ഇത് ഇച്ചിരി കട്ടിയുള്ളതും നല്ല രസകരമായ സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആധിപത്യത്തിന് കീഴിലാണ്. എന്തോന്നില്ല, ഈ ലോകത്തിൻ്റെ ടെൻഡൻസി, ഇതിൻ്റെ പ്രവണത അനുസരിച്ച് നമ്മൾ പോവുകയാണ്. നമ്മുടെ പാൻറ് അങ്ങനെയാണ്, മുട്ട് കഴിയുമ്പോൾ തീർന്നു പാൻറ്. അതെന്താ കാര്യം? ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ. അതെന്താണ് തീർന്നു ഇത്? അല്ല, വാങ്ങിക്കാൻ കിട്ടത്തില്ല വേറെ. അതെന്താ കിട്ടാത്തത്? നമ്മളൊക്കെ പിന്നെ എവിടെ നിന്ന് വാങ്ങിച്ചെടുത്തേ? നമ്മൾ അതേ വാങ്ങിക്കുള്ളൂ എന്ന് പറ. കിട്ടത്തില്ലെന്നുള്ള കയ്യിൽ വെച്ചിരുന്നാൽ മതി, അല്ലേ. മടിയൻ വഴിയിൽ സിംഹം കിടക്കുന്നു എന്ന് പറഞ്ഞെന്ന് പറയുന്നത് അതാണ്. അതെ, അവിടെ പോകാൻ പറ്റത്തില്ല, സിംഹം കിടക്കുകയാണ്, പൂച്ച പോലും ഇല്ല. നമ്മളൊക്കെ ന്യായം പറയുക, അത് പറ്റുകയല്ല, മേടിക്കണം. അപ്പോൾ ഈ കോഴ്സിൽ നമ്മളിങ്ങനെ പോവുക. ഈ ലോകത്തോടുള്ള നമ്മുടെ സ്നേഹമാണ് ഇതിൽ കാണിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം, ലോകത്തോടുള്ള സ്നേഹം. അതൊരു വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള മെസ്സേജാണ്. ഞാനിവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഈ ലോകത്തിനകത്ത് 3 സാധനമാണുള്ളത്. 1 ജഡമോഹം, 2 കൺമോഹം, 3 ജീവനത്തിന് പ്രതാപം. ഇത് 3മാണ് ലോകം ലിങ്ക് ചെയ്ത് കിടക്കുന്നത്. ഇതിനോടുള്ള നമ്മുടെ ഭ്രമമാണ് നമ്മളെ ആത്മീക ജീവിതത്തിൽ നിന്ന് തള്ളിയിടാൻ പോകുന്നത്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീക ജീവിതത്തിൽ നിന്ന് വീഴാനുണ്ടാകുന്ന കാരണങ്ങൾ. നമ്പർ 1 ഇൻഡിഫറൻസ്, നിസ്സംഗത. സാരമില്ല, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചിട്ട് 5-6 ദിവസമായി, സാരമില്ല. വല്ലതും കഴിച്ചോ, അയ്യോ വിശക്കുന്നു, ഇല്ലേ. ആത്മീയത്തിൻ്റെ സാരമില്ല. ബൈബിൾ എവിടെയോ ഇരുന്നു. ബുധനാഴ്ച നോക്കിയപ്പോൾ അവിടെ പത്രത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടു. പിന്നെ വ്യാഴം വെള്ളി ശനിയുടെ പേപ്പർ അതിൻ്റെ പുറത്ത് വെച്ചോ, കാണാനില്ല, അല്ലേ.
പിന്നെ പത്രം ആക്രിക്ക് കൊടുത്തപ്പോഴാണ് അവൻ ഭാര്യ ഇങ്ങനെ കെട്ടാൻ നോക്കിയപ്പോൾ ഇതിനിടയ്ക്ക് കട്ടിക്കൊരു ബുക്ക് ഇരിക്കുന്നത്. ഇതെന്തുവാ ചേച്ചി? അയ്യോ ഇവിടെ ഇരിക്കുമായിരുന്നല്ലേ, ഞാൻ ഒരുപാടിടത്ത് നോക്കിയതാണ്. പക്ഷേ ചോറ്റുപാത്രം അതുപോലെ ഇരിക്കുകയല്ല. ചോറ്റുപാത്രം അതുപോലെ ഇരിക്കുകയല്ല. ചോറ്റുപാത്രം അവിടെ തന്നെ ഇരിക്കും, ഡെയിലി 3 നേരം എടുത്ത് കഴുകുകയും ചെയ്യും. സ്വതന്ത്രം മനപ്രയാസം വളരെ ഗൗരവമായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഇവിടെ തൊട്ട് നമുക്ക് അടുത്ത ആഴ്ച തുടങ്ങാം. ലോകത്തോടുള്ള നമ്മുടെ ഇൻറ്റിമസി, നമ്മുടെ അടുപ്പം, ദ റിലേഷൻഷിപ്പ് വിത്ത് ദിസ് വേൾഡ്. ഒന്ന്, ബിക്കോസ് ഓഫ് ദെയർ ഇൻഡിഫറൻസ്. 2, ദ റിജക്ഷൻ ഓഫ് ദ ബിബ്ലിക്കൽ റെവലേഷൻ. നമ്പർ 3, disobeying their own conscience. Number 4, relationship to the world. ഈ ലോകത്തോടുള്ള ബന്ധം, സ്നേഹം. ലോകത്തോടുള്ള ബന്ധം വിടാതെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. ലോകത്തോടുള്ള ബന്ധം, അതിനെ തള്ളിയാലേ ജയിക്കാനും കൂടെ. അതിനെ തള്ളുക എന്ന് പറഞ്ഞാൽ മനസാക്ഷി ഇല്ലാതെ തള്ളണം. പാപത്തിൻ്റെ മനസാക്ഷി നമ്മളോട് പറയും തള്ളരുതെന്ന് പറയും. നമ്മുടെ മനസാക്ഷി തള്ളിക്കൊള്ളാൻ പറയും. പരിശുദ്ധാത്മാവ് നമുക്ക് അതിനുള്ള ശക്തിയും തരും തള്ളാൻ. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിനെയും നിരായുധീകരിക്കും, നമ്മുടെ കോൺഷ്യസിനെയും നമ്മൾ തള്ളിമറിക്കും. പാപം ചോദിച്ചതിനെ നമ്മൾ വിട്ടുകൊടുക്കും. പാപം പറയാം, എന്നെ ഞാനൊരു പാപമാണ്, പാപം അല്ലേ? നമുക്കിഷ്ടം ലോകത്തോടാണ്. ജഡമോഹം, കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം. ജീവനത്തിൻ്റെ പ്രതാപം പൊസിഷനാണ്. എനിക്കെൻ്റെ പൊസിഷൻ നിലനിർത്തണം. ഞാൻ വീട്ടിൽ അപ്പനാണ്, എല്ലാവരും മര്യാദക്കിരുന്നോണം അല്ലേ? കാരണം ഞാൻ വരികയാണ്, എല്ലാവരും വരട്ടുകയാണ്. നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ പൊസിഷൻ സൂക്ഷിക്കരുതെന്നല്ല പറഞ്ഞേ. ചിലർ അപ്പനെന്നങ്ങ് പറഞ്ഞ് വല്ലാതെ മേയുകയാണ്, അത് തെറ്റാണ്. അപ്പനായിട്ടിരിക്കാം, വല്ല ചുമ്മാ അപ്പം കളിക്കരുത്. മനസ്സിലാകുന്നെന്ന് പ്രത്യാശിക്കുന്നു. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഹാരം കഴിക്കുന്ന സമയം എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പറയാം. ഇപ്പം ഞാൻ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ദൈവമക്കളെ, നമ്മളെ വീഴാനല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്, നിൽക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നിൽക്കണമെന്ന് വിചാരിക്കേണ്ടതിൽ ഇൻഡിഫറൻസ് ആദ്യം വിടുക. ആ ഒറ്റ പോയിന്റ് എന്ന് പ്രസംഗിക്കാൻ പാടുള്ളായിരുന്നു. ഇൻഡിഫറൻസ് വിടുക എന്ന് പറഞ്ഞാൽ ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുന്നില്ല. ഇപ്പം നമ്മൾ മല്ലൊക്കെ കെട്ടി കെട്ടിയിട്ട് ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ പിന്നെ കിരീടം ഇത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യം എന്തുവാ? അവനൊരു ചട്ടമുണ്ട്, ആ ചട്ടത്തിന് പ്രകാരം പോരാടണം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാ, ഇവന് ഓടാൻ നിൽക്കുകയാണ്. പക്ഷേ ഒരുപാട് ഓടാൻ നെഞ്ചിടിക്കും, ശ്വാസം പൊട്ടൽ വരും. ഇവ എന്തിനാണ് ഓട്ടക്കളത്തിൽ ഇറങ്ങി നിൽക്കുന്നത്? മെനക്കേടാണ് അവൻ. അതുപോലെ പലരും തവിടത്ത് ഇങ്ങനെ വന്ന് ചുമ്മാ ഞായറാഴ്ചയല്ലേ വന്നില്ലേ അങ്ങേര് വല്ലതുമൊക്കെ വിളിച്ച് പറയും. അപ്പോൾ വന്നിട്ടുണ്ട്, ഇനി ചിലപ്പോൾ 2 ആഴ്ച വരാൻ പറ്റൂല അല്ലേ? ഇതാണ് നിസ്സംഗത. മല്ല് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങണം, യുദ്ധം ചെയ്യണം. ഓട്ടക്കളത്തിൽ ഓടുന്നവൻ അനേകനാ. എല്ലാവരും തോറ്റാലേ എനിക്ക് ജയിച്ചേ പറ്റൂ. തീരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കും. ഓട്ടക്കളവും യുദ്ധക്കളവും കൂടിയാണിത്. അതിനകത്ത് നിസ്സംഗമായി നിൽക്കാൻ പറ്റില്ല. ലോകത്തെ കണ്ണടച്ച് പിടിച്ച് വെട്ടിയാലേ നമ്മൾ വിജയിക്കൂ. നിസ്സാരമായി ജയിക്കാനൊക്കില്ല. അതുകൊണ്ട് ഹൃദയത്തിലൊരു തീരുമാനമെടുക്കാം. എൻ്റെ മനസാക്ഷി പറയുന്നതനുസരിച്ച്, പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കുന്നതനുസരിച്ച് ഞാൻ ഈ ലോകത്തെ പരാജയപ്പെടുത്തും. ഞാൻ പരാജയപ്പെടാനുള്ളവനല്ല, എനിക്ക് വിജയിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ.